പെണ്ണുങ്ങളുടെ മുലയിൽ കയറി പിടിക്കാൻ പോകുന്നവനെയൊക്കെ എന്താണ് നമസ്കാരം. ഈ രാഹുൽ മങ്കൂട്ടത്തിന്റെ കോടതി വിധിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോടതി വിധിയെക്കുറിച്ചിട്ട് നമുക്ക് എന്നാ പറയാനാണ്? കോടതി വിധി എന്താണോ അത് മാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടം അവിവാഹിതനായത് കാരണം പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം ന്യായീകരിക്കപ്പെട്ടു. പിന്നെ കൂടെ കിടക്കാൻ ചെന്ന പെണ്ണുങ്ങളൊക്കെ ആദ്യം സമ്മതം മൂളിയിരുന്നത് കൊണ്ട് അതും കുറ്റമല്ലാതായി മാറി. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം കൂടെ കിടക്കുന്നതിന് മുമ്പ് സമ്മതം മൂല്യ പെണ്ണുങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അവർ താൽക്കാലിക സുഖം ത്തിനപ്പുറത്തേക്ക് അതൊരു ക്രൂരകൃത്യമായി മാറിയത് അത് ഒരു മുഖവിലയ്ക്ക് പോലും എടുത്തില്ല എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടം അവിവാഹിതനാണ്. പക്ഷേ കൂടെ കിടന്ന പെണ്ണുങ്ങളിൽ ആരെങ്കിലും വിവാഹിതയാണെന്നുണ്ടെങ്കിൽ അവർ ഫയൽ ചെയ്ത കേസിൽ അവർ തന്നെ പ്രതികളാകത്തില്ലേ? അപ്പം വിവാഹം കഴിച്ച ഒരാൾ ഇങ്ങനെയുള്ള കൃത്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു കുറ്റകൃത്യമായി മാറും, അത് പ്രതിയായി മാറും, പ്രതിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇതെന്ത് കൈൻഡ് ഓഫ് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇതിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ നൽകുന്ന ഒരു ഹിഡൻ സന്ദേശം എന്ന് പറയുന്നത്, കേരളത്തിലെ അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു ഹിഡൻ സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിവാഹിതരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് ഊരിപ്പോരാൻ പറ്റും. 10-15 ദിവസം അന്വേഷണ വിധേയമായിട്ട് അകത്ത് കിടന്നാൽ പോലും. അങ്ങനെ ഒരു സന്ദേശം ഇവിടെ കിടക്കുന്നില്ലേ? ഇത്രയൊക്കെ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഈ അവസരത്തിൽ ഷിംജിത കേസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനൊരു വിധി വന്നപ്പോൾ ഷിംജിത കേസിനെ എങ്ങനെയാണ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്? അതേതായാലും നല്ലൊരു ചോദ്യമായി. ഈ ഷിംജിത എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പുള്ളിക്കാരിയെ പിടിച്ചിട്ട് ജയിലിലിട്ടേക്കുന്നത്? പുള്ളി ചെയ്തത് 100% ശരിയാണ്. തൻ്റെ മുലയിൽ തട്ടാൻ വന്ന ഒരുത്തൻ്റെ പ്രവൃത്തി മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ. അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമായിരുന്നില്ല. ഇയാളോട് മുൻപകയോ മുൻവൈരാഗ്യമോ ഒന്നുമില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇനി ഒരിക്കലും ഷിംജിതയോ അല്ലെങ്കിൽ ഷിംജിത അടങ്ങുന്ന സ്ത്രീ സമൂഹത്തിനോ ഇതേമാതിരിയുള്ള പ്രവൃത്തികൾ ഇനി നേരിടേണ്ടി വരരുത് എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഷിംജിത അത് പോസ്റ്റ് ചെയ്തത്. പണ്ട് കാലങ്ങളിൽ എനിക്കറിയാം, ഈ സ്ത്രീകൾ പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കുമായിരുന്നു, മുളക് പൊടി കൊണ്ട് നടക്കുമായിരുന്നു, സേഫ്റ്റി പിൻ കൊണ്ട് നടക്കുമായിരുന്നു. എന്തിനാണ്? ഇതേമാതിരി ഞരമ്പ് രോഗികൾ കയ്യും കൊണ്ട് വരുമ്പോൾ കുത്താനും മുളക് പൊടി വിതറാനും ഒക്കെ ആയിട്ട്. ഏതെങ്കിലും പത്രത്തിൽ വായിച്ചതായിട്ട് നിങ്ങൾ ഓർമ്മയുണ്ടോ? സേഫ്റ്റി പിൻ കൊണ്ട് കുത്തേറ്റ് മനോവിഷമം കാരണം യുവാവ് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ഇതുവരെ നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം സേഫ്റ്റി പിന്നിനും അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിക്കും പകരം ഷിംജിത ഉപയോഗിച്ചത് മൊബൈലായിപ്പോയി. അതുവഴി അവൾ അത് അപ്ലോഡ് ചെയ്തു ഈ ഒരു ഉദ്ദേശത്തോടു കൂടി. നിർഭാഗ്യവശാൽ അയാൾ ആത്മഹത്യ ചെയ്തു. ഇതുകൊണ്ട് ഷിംജിത ഇവിടെ ചെയ്തത് കുറ്റമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് വഴി അത് കുറ്റകൃത്യമായി മാറുകയായിരുന്നു. ഷിംജിത ചെയ്തത് ഒരിക്കലും ഇയാൾ ആത്മഹത്യ ചെയ്യും, ഞാനൊരു കുറ്റക്കാരി മാറും എന്നുള്ളൊരു ചിന്തയോടെയല്ല, അല്ലെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടെ അല്ല ചെയ്തത്. ഷിംജിത അടങ്ങുന്ന സ്ത്രീ വർഗത്തിനും വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് ഷിംജിത. ഇതാണ് ഷിംജിതയുടെ കാര്യത്തിനെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഷിംജിത കുറ്റക്കാരി അല്ല എന്നാണോ? ഷിംജിത കുറ്റക്കാരിയാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. ഷിംജിത കുറ്റക്കാരി ആയത് എങ്ങനെ? ആ വ്യക്തി ആത്മഹത്യ ചെയ്തപ്പോൾ ഷിംജിത ചെയ്തത് ഒരു കുറ്റമായി മാറുകയായിരുന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ ഷിംജിത അപ്ലോഡ് ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു, വൈറലായി. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, അതിൻ്റെ പേരിൽ വന്ന ഫോൺ കോളുകൾ അല്ലെങ്കിൽ കമൻറ്റുകൾ, അല്ലെങ്കിൽ നേരിട്ട് കേൾക്കേണ്ടി വന്ന അധിക്ഷേപങ്ങൾ, ഇതെല്ലാം ആയിരിക്കാം ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, അല്ലേ? അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഷിംജിത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഇതിന് യാതൊരു കമൻറ്റും വന്നില്ല, ആരും കണ്ടില്ല, ഒരുത്തനും ഇത് ചോദിക്കാനും പറയാനും ചെന്നില്ല എങ്കിൽ ദീപക് ആത്മഹത്യ ചെയ്യുമായിരുന്നു? ഇല്ലല്ലോ. അപ്പോഴും ഷിംജിത അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ, അല്ലേ? അപ്പോൾ അതൊരു കുറ്റമല്ല.
ഷിംജിത അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകളും അതിൽ വഴി ഉണ്ടായ അധിക്ഷേപങ്ങളും കാരണം മനംതൊന്നാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. അപ്പം ഷിംജിതയോടൊപ്പം ഈ കമൻ്റ് ഇട്ടവരും അധിക്ഷേപിച്ചവരും എല്ലാവരും കുറ്റക്കാരല്ലേ? അപ്പോൾ ഒരാളെ മാത്രം കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ അവിടെയും അഡ്വാൻറ്റേജ് ഉള്ളത് ഷിംജിതയ്ക്കാണ്. ഷിംജിത ചെയ്തത് എൻ്റെ ഉദ്ദേശം ഒരു നല്ല ഉദ്ദേശമായിരുന്നു. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയും അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് എടുത്തൊരു തീരുമാനമായിട്ടോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടോ ആണ് ഷിംജിത അത് ചെയ്തത്. ഒരു സ്ത്രീയും ഇനിയും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നേരിടാൻ പാടില്ല അല്ലേ? അപ്പം ഷിംജിത അവിടെ സേഫാണ്. അല്ലെങ്കിൽ ഷിംജിത ചെയ്തത് ന്യായീകരിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്നും എന്നും. അല്ലെന്നുണ്ടെങ്കിൽ ഷിംജിത ശരിയാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷിംജിതയുടെ ഈ പ്രവൃത്തി വഴി ഷിംജിത ആഗ്രഹിക്കുന്നത് ഒരവസരത്തിലും ഒരാണിൻ്റെ കൈയും ഒരു പെണ്ണിൻ്റെ മുലയുടെയും മൂടിൻ്റെയും നേർക്ക് ഉയരാൻ പാടില്ല എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഷിംജിത ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതും സമൂഹ മാധ്യമങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചതും. തനിക്ക് നേരെ വന്ന ആക്രമണം ഇതാണ്, ഇതിനി ഒരിക്കലും ഭാവിയിൽ ഒരു പെൺകുട്ടിയും നേരിടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഷിംജിത ഇത് ചെയ്തത്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും ഷിംജിത ഇത് ചെയ്തത് ഒരു കുറ്റകൃത്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലുമില്ല. ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിക്കത്തില്ല. താങ്കൾ നേരത്തെ പരാമർശിച്ച ഭീകരാവസ്ഥ എന്താണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ ഭീകരാവസ്ഥ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പം ഈ രണ്ട് കേസിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഈ ഷിംജിത എന്ന് പറയുന്ന പെൺകുട്ടി തന്നെ ലൈംഗികപരമായിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ച ഒരാളുടെ വീഡിയോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത് വഴി അവൾ ഇന്ന് ജയിലിൽ കഴിയുന്നു. അപ്പോൾ ഇതേമാതിരി ലൈംഗിക അധിക്ഷേപങ്ങളോ അക്രമങ്ങളോ അല്ലെങ്കിൽ കൃത്യങ്ങളോ നേരിടേണ്ടി വരുന്ന നമ്മളുടെ സ്ത്രീജനങ്ങൾ, കേരളത്തിലെ സ്ത്രീജനങ്ങൾ ഓരോരുത്തരും അത് തുറന്നു പറയാൻ മടിക്കും. കാരണം അവരും പ്രതീക്ഷിക്കുന്നത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അതൊരു സാധാരണ അവസ്ഥയല്ല, ഒരു ഭയാനകരമായ അവസ്ഥയാണ്. പണ്ട് അടിച്ചമർത്തപ്പെട്ട വർഗമായിട്ട് സ്ത്രീകളെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴെന്താണ് വ്യത്യാസം? അതുതന്നെയല്ലേ? വാ തുറക്കാൻ സമ്മതിക്കുമോ? ഇല്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഭീകരാവസ്ഥ. ഓരോരുത്തരും പേടിയോടെ ഭയത്തോടെയാണ് ഓരോ ദിവസവും ഉറക്കമുണരുന്നത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നത്. അതാണ് ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ കേരളത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഭയാനകരമായ അവസ്ഥ. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പുരുഷ കമ്മീഷനോ? അതിനെത്തിനാ പുരുഷ കമ്മീഷനൊന്നും ആവശ്യമില്ലെന്നേ. പുരുഷ കമ്മീഷനൊക്കെ എന്തിനാണ്? ഇപ്പം തന്നെ പുരുഷന്മാർക്കാണല്ലോ മേധാവിത്വം ഉള്ളത്. കണ്ടില്ലേ ഓരോരുത്തർ സിമ്പിളായിട്ട് ഇത്രയും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇറങ്ങി നടക്കുന്നത്. പിന്നെ എന്തിനാണ് പുരുഷ കമ്മീഷൻ? ഇനിയിപ്പോൾ ഈ പറയുന്ന മാതിരി ബസ്സിലും അല്ലെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തും ഒക്കെ വെച്ച് പെണ്ണുങ്ങളുടെ മുലയിൽ കയറി പിടിക്കാൻ പോകുന്നവനെയൊക്കെ പ്രതിക്കൂട്ടി നിറക്കിക്കൊണ്ട് വരാനായിട്ട് പ്രത്യേക ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നത്. അതിനായിരിക്കും പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്നായാൽ മതി. റോഡിൽ കൂടെ നടക്കുന്നതിൻ്റെയൊക്കെ എന്നെയൊക്കെ പീഡിപ്പിക്കാൻ ചെല്ലുന്നവനെയൊക്കെ രക്ഷിച്ചുകൊണ്ട് വരാനുള്ള കമ്മീഷൻ ഉണ്ടാക്കണമെന്നായി പറയുന്നത്. ഒരാവശ്യമില്ല, നന്നായാൽ മതി. ആണുങ്ങൾ നന്നായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിൽ പോകുള്ളൂ. എനിക്കത്രേ പറയാനുള്ളൂ. പുരുഷ കമ്മീഷൻ്റെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ പ്രഹസനമായതൊക്കെ.